എല്ലാവർക്കും നമസ്കാരം. 10th പ്രിലിംസ് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷയ്ക്ക് നമ്മളൊരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ എന്ത് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്, താഴെ ഒരു ലിങ്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്തിടുക. മാത്സ് നിങ്ങൾക്ക് അറിയാത്ത ആളുകളാണ്, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യും എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ലിങ്കിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്തിടുക. കാരണം നമ്മളൊരു കോഴ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കിട്ടുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന പോലെ മാത്സിൽ നമ്മൾ ബേസിക് മുതൽ ഹൈ ലെവലിലേക്ക് പോകുന്ന പോലെ, അതായത് ഒരു 20 മാർക്കിന് പരീക്ഷയിൽ ഒരു 18 മാർക്ക് മേടിക്കുന്ന പോലെ, നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്തിക്കുന്ന പോലെ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലധികം ആളുകളെ ഒന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് നമ്മളിപ്പോൾ പ്രാരംഭഘട്ടത്തിൽ ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ ആ ലിങ്ക് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്തിടുക. അങ്ങനെ രജിസ്റ്റർ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ എന്ത് ചെയ്യുന്നു ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലിലോ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ അന്ന് ചെയ്യേണ്ട വർക്ക് ബുക്കും അതിൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നാണ് നമ്മുടെ ഭയങ്കര കാലത്തെ ആഗ്രഹമാണത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്തായാലും ഒരു 25ഓളം ആളുകൾക്കാണ് ഇത് കൊടുക്കാൻ വിചാരിക്കുന്നത്. അത് ഫ്രീ ആയിട്ട് തന്നെയായിരിക്കും കൊടുക്കുന്നത്, അല്ലാതെ ക്യാഷൊന്നും മേടിക്കില്ല. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, നല്ല പഠിക്കാൻ താല്പര്യം ഉണ്ടാവും വേണം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഇതില്ല എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മളെ ഇതിലേക്ക് അയച്ചാൽ മതി. അതിൽ കമൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ കമൻസിലൊന്ന് രേഖപ്പെടുത്തണം. കാരണം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പഠിക്കുന്ന ആളുകളൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് കുറച്ചുകൂടി കഷ്ടപ്പാടല്ലേ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ താല്പര്യത്തോടു കൂടി ചെയ്യുന്ന ആളുകളെ ആണ് നമ്മൾ നോക്കി കാണുന്നത്. അപ്പോൾ അവരെ എന്ത് ചെയ്യുക, അതിൽ രജിസ്റ്റർ ചെയ്തിടുക. നമ്മൾ ആ കോഴ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ 25 ആളെ പറയാൻ കാരണം, നമുക്ക് 25 ആളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. പഠിക്കണം. അപ്പോൾ പഠിക്കാത്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ കോഴ്സിൽ നിന്ന് കിക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പഠിക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്തിടുക. വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം രജിസ്റ്റർ ചെയ്തിടുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 15നും 250നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന എത്ര സംഖ്യകളുണ്ട്? ചോദ്യം തന്നിട്ടുണ്ട്. 15നും 250നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന എത്ര സംഖ്യകളുണ്ട്? ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ്. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സമാന്തര ശ്രേണിയുടെ ടെക്നിക്സ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ പോലെ ഹരിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ 15 ആണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഈ 15നെ ഈ 7 കൊണ്ട് ഹരിക്കുക. 15നെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടി? 2 7 എത്രയാ? 14 ശിഷ്ടം 1. ദേ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ 2 ഉണ്ടല്ലോ ഹരണഫലം, അതിനെ എടുക്കുക. അതേപോലെ ദേ 250 ആണല്ലോ അവസാനത്തെ സംഖ്യ, അതിനെ 7 കൊണ്ട് ഹരിക്കുക. 7 കൊണ്ട് ഹരിച്ചാൽ നോക്ക് എത്ര? 3 7 21. 3 7 21 ശിഷ്ടം 40. അപ്പോൾ എത്ര കിട്ടി? 7 5 35. അപ്പോൾ ശിഷ്ടം 5. ഈ ശിഷ്ടം നോക്കേണ്ട എന്ത് മതി? ഹരണ ഫലം നമുക്ക് മതി. അപ്പോൾ ഇവിടെ 35, ഇവിടെ 2. എന്നിട്ട് അവയുടെ വ്യത്യാസം കാണാം. 35 കുറയ്ക്കണം 2, എത്രയാണ് കിട്ടുക? 33. എത്ര? 33. ഇതാണ് എന്ത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അതായത് 15നും 250നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന എത്ര സംഖ്യകളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 15നെ 7 കൊണ്ട് ഹരിച്ചു, അതിൻ്റെ ഹരണഫലം എടുത്തു. 250നെ 7 കൊണ്ട് ഹരിച്ചു, അതിൻ്റെ ഹരണഫലം എടുത്തു. എന്നിട്ട് അവയുടെ വ്യത്യാസങ്ങൾ എടുത്താൽ, ഹരണഫലത്തിൻ്റെ വ്യത്യാസങ്ങൾ എടുത്താൽ നമ്മുടെ ഉത്തരമായി 33. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ ഏത്? സിമ്പിള് ചോദ്യം, വളരെ സിമ്പിൾ ചോദ്യം, നമ്മൾ ചെയ്ത ചോദ്യം അല്ലേ. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. എണ്ണം ശരാശരി, എണ്ണം ഇവിടെ എഴുതി, ശരാശരി പിന്നെ എഴുതി. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ അപ്പോൾ എണ്ണം എത്രയായി? ഒരു സംഖ്യ കൂടി ചേർക്കുമ്പോൾ 11 12 മാറി. അപ്പോഴത്തെ ശരാശരി എത്രയാണ്? 72. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ പുതിയ ശരാശരി 72. എങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഇത്ര എഴുതിയിട്ട് ഇനി എന്ത് ചെയ്യണം? ദേ നമ്മൾ ചെയ്ത് പരിചയമുള്ളത് അതെ. ഈ 11ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? +1. 11 12 ആവാൻ 1 കൂട്ടണം. ദേ ഈ 66 72 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? +6. 66 72 ആവാൻ 6 കൂട്ടണം. ഇനി എന്ത് ചെയ്യും? ഇത് ഇത്രയും എത്തിയതിന് ശേഷം എന്താ ചെയ്യാറ്?
അതന്നെ ദേ ഈ +1 ദേ ഇങ്ങനെ ഗുണിക്കുന്നു. എത്രയാ? 1 × 72 കൂട്ടണം +6 ഗുണിക്കണം 11. ഇതേപോലെ ഇതിങ്ങനെ ഒരു എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഗുണിക്കുക. എന്തേ 6നെ 11 കൊണ്ട് ഗുണിച്ചു. എത്ര കിട്ടുക? 66. 11നെ 6 കൊണ്ട് ഗുണിച്ചാൽ 66. ഇതേ കൂട്ടാൻ പോവുക. 2 6 8 7 6 13. ഉത്തരം 138. 138 നമ്മുടെ പുതിയതായിട്ട് ചേർത്ത സംഖ്യ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്ക്. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? ചോദ്യം 2k+1 ഗുണിക്കണം 2⁵ സമം 2⁻7. ഇവിടെ നോക്കേണ്ടത് ഇത് മാത്രമാണ്. ഇതിൻ്റെ ബേസ് ഒക്കെ സെയിമാണ്. ഇതിൻ്റെ ബേസ് ഒക്കെ സെയിമാണ്. ഇതിൻ്റെയൊക്കെ ബേസ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ മേലെ എഴുതിയിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇവിടെ ഗുണനല്ലേ, മേലെ എഴുതിയിരിക്കുന്ന k+1 +5 എന്ന് പറയുന്നതായിരിക്കും 7. എങ്ങനെ വന്നു? കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് പറയാം. ബേസ് സെയിം ആയിട്ടുള്ള സംഖ്യകളിൽ ഇപ്പോൾ a ആണ് ബേസ് എങ്കിൽ പവർ x എന്നെടുക്കുക, ഗുണിക്കണം a ബേസ് പവർ y എന്നെടുക്കുക, വേറെ പവറാണ് ഇത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? a⁻x + y ആയിരിക്കും. കൃത്യംഗ നിയമമാണ് അല്ലേ? കൃത്യംഗ നിയമമാണ്, പഠിച്ചു വെക്കണം കേട്ടോ. a⁻x × a⁻y സമം a⁻x + y. അപ്പോൾ അതേപോലെയല്ലേ ഇവിടെ? ഇതേ ബേസ് ഒക്കെ കറക്റ്റാണ്. a⁻x പകരം ഇവിടെ എന്താ? k+1. എക്സിന് പകരം ഇവിടെ എന്താ? k+1. വൈക്ക് പകരം ഇവിടെ എന്താ? 5. x + y എന്ന് പറഞ്ഞാൽ 7 ആണെന്നാണ് അപ്പം പറയുന്നത്. അപ്പോൾ നോക്ക്, 2k+1 × 2⁵ ഇങ്ങനെ എഴുതാം. 2k+1 പ്ലസ് ഈ പ്ലസ് 5 സമം 2⁻7. അതായത് ഈ ബേസ് രണ്ടും തുല്യമാണ്. അപ്പം ഇനി എന്താണ് ഇത്? അപ്പം ഇതും എന്തായിരിക്കും? തുല്യമായിരിക്കും. k+1 കൂട്ടണം 5 എത്രയാ? 6 സമം 7. അപ്പോൾ k എത്രയാ? 7. ഈ +6 ആവുമ്പോൾ സമത്തിനപ്പുറം പോകുമ്പോൾ -6 ആവും. ഉത്തരം 1. വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഉത്തരം എഴുതാം. ഇതറിയുമെങ്കിൽ ഇത്രയൊന്നും നിൽക്കണ്ട. ഇവിടെ തന്നെ നോക്കുക. k+1 5 = 7. നേരെ എഴുതുക. k+1 + 5 = 7. കാരണം ബേസുകൾ തുല്യമാണ്. ഇത് ഗുണിക്കുവാണ് അല്ലേ? എന്ത് ചെയ്യുന്നു? k+1 + 5 = 7. k+6 എന്ന് പറഞ്ഞാൽ 7. അപ്പം k 1. ഓക്കെ ആണല്ലോ? ഇനി അതല്ലെങ്കിലും ഓപ്ഷനിൽ ഉണ്ടാവും. ഓപ്ഷനിൽ നിന്ന് എടുത്താലും കിട്ടും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 243-ന് എത്ര ഘടകങ്ങളുണ്ട്? 243-ന് എത്ര ഘടകങ്ങളുണ്ട്? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ആദ്യം ഞാൻ പറയാൻ പോകുന്ന രീതി എന്ന് പറയുന്നത് 243 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 243 ഇങ്ങനെ എഴുതാലോ. അതേപോലെ എങ്ങനെ എഴുതാം? വേറെ 3 × 81 എന്ന് എഴുതാലോ. അതേപോലെ എങ്ങനെ എഴുതാം? 9 × 27 എന്ന് എഴുതാലോ. അപ്പോൾ ഇത്രയും തരത്തിലാണ് 243 നമ്മൾക്ക് ഘടകങ്ങളാക്കാൻ പറ്റുന്നത്. അപ്പോൾ 1 2 3 4 5 6 എത്ര ഘടകങ്ങളുണ്ട്? അപ്പോൾ 6 ഘടകങ്ങൾ ഉണ്ട്. പക്ഷേ ഇതൊരു പ്രോബ്ലം, ഒരു പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. നമ്മൾ ചിലപ്പോൾ പലതും മിസ്സായി പോകാനുള്ള സാധ്യതയും കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രൈം ഫാക്ടറൈസ് ചെയ്യുകയാണ്. പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്യേണ്ടത്. എന്താ ഈ പ്രൈം ഫാക്ടറൈസേഷൻ? ലസാഗു കാണുമ്പോൾ ഒരു പരിപാടിയില്ലേ, അതന്നെ. 243 ഇതിനെ ഏതുകൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം അല്ലേ? 3 കൊണ്ട് ചെയ്താൽ എത്ര കിട്ടുക? 3 8 24 1 81 കിട്ടി. ഈ 81-ന് എത്ര കൊണ്ട് ചെയ്യാം? 3 കൊണ്ടല്ലേ ചെയ്യാൻ പറ്റുക. 3 കൊണ്ട് ചെയ്താൽ 27. 27-നെ 3 കൊണ്ട് ചെയ്താലോ 9 കിട്ടി. 9-നെ 3 കൊണ്ട് ചെയ്യാം. എത്രയാ? 3 × 3. അതായത് 243-നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ അതെന്തായി? 3
ഇൻറ്റു 3 അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം 1 2 3 4 5 3 പവർ 5 എന്ന് എഴുതാം. എഴുതിക്കൂടെ എഴുതാം അല്ലേ? 3 പവർ 5 എന്ന് 243 നമുക്ക് എഴുതാം. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 243 3 പവർ 5 ആണെന്ന് അറിയിച്ചാൽ നേരെ അത് എഴുതിയാലും മതി. ഇനി നോക്ക്, ഇതിൻ്റെ പവർ എത്രയാ? 5. ഈ 5നോട് 1 കൂട്ടിയാൽ കിട്ടുന്നത്, നമുക്ക് പവറായിട്ട് കിട്ടുന്നത് 5ആണ്. അതിനോട് 1 കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും എന്ത്? ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. എന്നിട്ട് എന്ത് കിട്ടി? അതിനെ 3 പവർ 5 എന്നുള്ള പോലെ എഴുതി. ആ പവർ ഉണ്ടല്ലോ, ഇതിൻ്റെ പവർ, ആ പവറിനോട് 1 കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും എന്ത്? നമ്മുടെ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ വേറൊരു പ്രശ്നം എന്ത്? ഇതിപ്പോൾ 243 ആയതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ചെയ്തില്ലേന്ന്. ഇതിപ്പോൾ വേറെ ഏതെങ്കിലും സംഖ്യ ആണെങ്കിലോ അതും പഠിക്കണ്ടേ? അത് പഠിക്കാം. അപ്പോൾ അങ്ങനത്തെ വേറൊരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ശരിക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അതായത് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള യഥാർത്ഥ മെത്തേഡ്, ഷോർട്ട് കട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതായത് നോക്ക്, വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. 324 ഇതിന് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 324നെ ഘടകങ്ങളാക്കാൻ പോവുക അല്ലേ? 324 അതോ എത്ര കൊണ്ട് ചെയ്യും? 2 കൊണ്ട് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 162 അല്ലേ? 162 കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു? ഈ 162നെ ഏതുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് തന്നെ ചെയ്യാലോ. 2 കൊണ്ട് ചെയ്താൽ എത്ര കിട്ടുക? 81. 81നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് 3 ആണ്. 3 കൊണ്ട് ചെയ്താൽ എത്രയാ? 27. ഇനി എത്ര കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് തന്നെ ചെയ്യാം, 9. ഇനിയോ 3 കൊണ്ട് ചെയ്യാം, 3 × 3. ഓക്കെ ആണോ? കഴിഞ്ഞു അല്ലേ? ഇതിനെ നമുക്ക് അങ്ങപ്പോൾ എങ്ങനെ എഴുതാം? 2 × 2 അല്ലേ? അപ്പോൾ എന്താണ്? 2² ഗുണിക്കണം 3 × 1 2 3 4. അപ്പം 3 പവർ 4. 1 2 3 4. ഇത് എഴുതിയിരിക്കുന്നത് മനസ്സിലായോ? 2 × 2 പകരം ഞാൻ എഴുതി 2² എന്ന് എഴുതി. 3 × 3 × 3 × 3 പകരം ഞാൻ എഴുതി 3 പവർ 4 എന്ന് എഴുതി. ഇതിൽ നിന്ന് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, അതായത് ഘടകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം കഴിഞ്ഞതിലാകെ ഒരൊറ്റ ഒന്നേ ഉണ്ടെന്നുള്ളൂ അല്ലേ? അപ്പോൾ 3 പവർ 5 മാത്രമേ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 5 എടുത്തിട്ട് അതിനോട് 1 കൂട്ടി ഉത്തരം എഴുതി. ഇവിടെ നോക്ക്, ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക്, 2 ഇല്ലേ ഇവിടെ? ആ 2നോട് 1 കൂട്ടുക, ഗുണിക്കണം, മറക്കണ്ട, 1 കൂട്ടിയിട്ട് ഗുണിക്കണം. അടുത്തത് 4നോട് 1 കൂട്ടുക. ഈ 4 അതിനോട് 1 കൂട്ടുക. ഇതായിരിക്കും ഉത്തരം. അപ്പോൾ എത്ര? 3 × 5 എത്രയാ? 15. ഇനി ലാസ്റ്റ് 15 കഴിഞ്ഞിട്ട് 1 കൂട്ടണ്ടേന്നൊന്നും പറയാൻ വരരുത്. കാരണം ഇവിടെയാണ് കൂട്ടേണ്ടത് കേട്ടോ. ലാസ്റ്റ് 15 കഴിഞ്ഞിട്ട് ഇനി 1 കൂട്ടണ്ടേന്നൊന്നും പറഞ്ഞു വരരുത്. എവിടെ കൂട്ടേണ്ടത്? എവിടെയാണ് കൂട്ടേണ്ടത്? അത് മറക്കണ്ട കേട്ടോ. സിമ്പിൾ ചോദ്യം അല്ലേ? സിമ്പിൾ ചോദ്യം. വേറെ എക്സാമ്പിൾ കൂടി പറയണോ? പറയാം. വേറെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 150 ചെയ്ത് നോക്കാം. എത്ര തന്നെ? 150 ചെയ്ത് നോക്കാം. 150 ചെയ്താൽ എത്ര കിട്ടും നോക്കാമല്ലോ? 150 ചെയ്ത് നോക്കാം. 150 എങ്ങനെ ചെയ്യാം? 150 എത്ര ഘടകങ്ങളുണ്ട് നോക്കാൻ? 150 എഴുതി. ഇനി എന്ത് ചെയ്യുന്നു? ഘടകങ്ങളാക്കണം. 2 കൊണ്ട് ചെയ്തു. എത്രയാ? 75. 2 കൊണ്ട് ചെയ്താൽ ഇനി എത്രയാണ്? 75. 75 കിട്ടിയാലോ? ഇനി എത്ര കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം അല്ലേ? 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്താൽ 25. ഇനി എത്ര കൊണ്ടാണ് ചെയ്യാം? 5 കൊണ്ടല്ലേ ചെയ്യാനുള്ളത്? 5 കൊണ്ട് ചെയ്താൽ 5 25. ഇനി ചെയ്യാനുണ്ടോ? ഇല്ല. ഇനി ചെയ്യാനുണ്ടോ? ഇല്ല. ഇനി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 2 ഒറ്റ ഒന്നുള്ളൂ. 2 ഒറ്റ ഒന്നുള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? 150 എങ്ങനെ എഴുതും? 2 പവർ 1. 2 എത്ര ഉള്ളൂ? 1 ഉള്ളൂ. ഗുണിക്കണം. ഇനി 3 എത്ര ഉണ്ട്? 3 എത്ര ഉള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ 3 പവർ 1 ഗുണിക്കണം. 5 എത്ര ഉണ്ട്? 2 ഉണ്ട് അല്ലേ? അപ്പോൾ 5 എത്ര ഉണ്ട്? 2 ഉണ്ട്. 5². ഈ പരിപാടി ഇപ്പം ചെയ്തേക്കുന്ന പരിപാടിയാണ് എന്ത്? പ്രൈം ഫാക്ടറൈസേഷൻ. ഇനി നോക്ക്, 5 പവർ 2. ഓക്കെ. ഇനി എന്താ ചെയ്യണ്ടേ? നേരത്തെ ചെയ്ത അതേപോലെ ഇതിൻ്റെ പവർ എടുക്കുക, ഇതിൻ്റെ പവർ എടുക്കുക, ഇതിൻ്റെ പവർ എടുക്കുക. ഈ 1 + 1 ഗുണിക്കണം. അടുത്ത 1 + 1 ഗുണിക്കണം. ഇവിടെ 2.
2 + 1 ഇത് ചെയ്താൽ മതി. ഇതേ 1 + 1 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 എത്രയാ? 2 × 2 4, 4 × 3 12. അപ്പോൾ 150-ന് എത്ര ഘടകങ്ങളുണ്ട്? 12 ഘടകങ്ങളാണ് 150-ന് ഉള്ളത്. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? അപ്പോൾ ഇനി 243-ന് എത്ര ഘടകങ്ങളുണ്ട്? 6. അതായിരുന്നു നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇത് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യമാണ്. A:B = 2:3, B:C = 4:5 എങ്കിൽ C:A എത്ര? ചോദിച്ച ചോദ്യം. ചോദിച്ചത് പക്ഷേ C:A തെറ്റിക്കാൻ വേണ്ടി മാത്രം തന്ന ചോദ്യം. എഴുതുന്ന എങ്ങനെ? ആദ്യം നമ്മളിങ്ങനെ ചോദ്യം വന്ന A:B:C എന്ന് എഴുതും. എന്നിട്ട് എന്ത് എഴുതും? എയുടെ താഴെ 2, ബിയുടെ താഴെ 3. കാരണം A:B എന്ന് പറഞ്ഞാൽ 2:3. ഇനി നേരെ താഴെ ദേ ബീനെ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ്. ബിയുടെ നേരെ താഴെ അതെ 4, സിയുടെ നേരെ താഴെ 5. ഇനി എന്താ ചെയ്യുന്നത്? ദേ ഈ 3 എന്ത് ചെയ്യും? ഇങ്ങോട്ടും കൂടി അങ്ങ് എഴുതും 3. അതേപോലെ ഈ 4 ഇങ്ങോട്ടും കൂടി അങ്ങ് എഴുതും 4. മനസ്സിലായിട്ടുണ്ടല്ലോ? എഴുതി മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇനി എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ താഴോട്ട് ഗുണിച്ചാൽ മതി. 2 × 4 8, 3 × 4 12, 3 × 5 15. നമുക്ക് ഇനിയിപ്പോൾ എന്ത് കിട്ടി? A:B:C 8:12:15 ആണെന്ന് കിട്ടി. നമുക്ക് വേണ്ടത് C:A അല്ലാതെ A:C അല്ല. തെറ്റിക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതേണ്ടത് C ആണ്. അത് 15. ഇനി വേണ്ടത് A ആണ്. അത് 8. 15:8 ആണ് നമ്മുടെ ഉത്തരം. A ഓപ്ഷൻ ആരായിരിക്കും വരിക? 8:15 ആയിരിക്കും വരിക. അത് ശരിയാണോ? അല്ല. ഉത്തരം 15:8 ആണ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒരു പേനയുടെയും പുസ്തകത്തിൻ്റെയും വിലകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ എത്ര വിലയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്തെന്നുള്ള റേഷ്യോ പ്രൊപ്പോർഷൻ എന്നുള്ള ചോദ്യം അല്ലേ? എങ്ങനെയാണ് ചെയ്യാം? ദേ നോക്ക്. പേന അതുപോലെ പുസ്തകം ഇതിൻ്റെ റേഷ്യോ തന്നിട്ടുള്ളത് 3:5 ആണ്. 3:5 ആണ്. ഇതിൽ തന്നിട്ടുണ്ട് എന്ത്? പേനയുടെ റേഷ്യോ 3, പുസ്തകത്തിൻ്റെ റേഷ്യോ 5. നമുക്കിത് എക്സ് വെച്ചിട്ട് ചെയ്യാം. ഇത് എക്സ് ഇട്ടിട്ട് വേണേൽ ചെയ്യാം. എക്സ് ഇടാതെ പറയുകയാണ്. പക്ഷേ എക്സ് വെച്ചിട്ടുള്ള രീതി തന്നെയാണ് സാധനം. പക്ഷേ എക്സ് ഇടാതെ പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചു നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലാണ്. പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലാണ്. അതായത് എന്താണ്? പുസ്തകവും പേനയും തമ്മിലുള്ള വ്യത്യാസം, വിലകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 12 ഉറുപ്പ്യയാണ്. പുസ്തകവും പേനയും തമ്മിലുള്ള വിലകളുടെ വ്യത്യാസം 12 രൂപയാണ്. നോക്ക്, പുസ്തകവും പേനയും തമ്മിൽ ഇവിടെയുള്ള വ്യത്യാസം എത്രയാ? 3 5 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2 അല്ലേ? അപ്പോൾ ഈ 12-നെ ഞാൻ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഹരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എന്താ തന്നിട്ടുള്ളത്? 12 രൂപ പുസ്തകത്തിന് പേനയേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നോക്ക്, ഈ പേനയും പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? റേഷ്യോ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 3:5 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2 അല്ലേ? 3 5 തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അതിനെ കൊണ്ട് എന്ത് ചെയ്യുക? 12-നെ ഹരിക്കുക. കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഭാഗം മാത്രമായിരിക്കും. അതായത് ഇപ്പോൾ കിട്ടുന്ന സാധനമാണ് എക്സിൻ്റെ വില. അതിനെ നിൽക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ? ഇതിനെ നമുക്ക് എന്താ വേണ്ടത്? എങ്കിൽ പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ എത്ര വിലയാണെന്നല്ലേ ചോദിച്ചേ? എന്താ ചോദിച്ചാൽ പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ എത്ര വില? കൂടി എത്ര വിലയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂട്ടണം. 3 5 കൂട്ടണം. 3 5 കൂട്ടിയാൽ എത്ര? 8. അതുകൊണ്ട് ഈ സംഖ്യയെ ഗുണിച്ചാൽ മതിയാകും. എത്ര ചെയ്താൽ കിട്ടുക? 2 8 വെട്ടിപ്പോയി, അല്ലെങ്കിൽ 2 12 വെട്ടിപ്പോയി. ഇപ്പോൾ 2 8 വെട്ടി 4 എന്ന് എഴുതി. 12 × 4 48 രൂപയാണ് എന്ത്? പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ വില എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ വേറൊരു രീതിയിലും കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. 3:5 ഇതിൻ്റെ എത്രയാണ്? 12 രൂപ കൂടുതലാണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസമാണ് ഈ 12 ഉറുപ്പ്യ എന്ന് പറയുന്നത്. ഈ വ്യത്യാസമാണ് 12 ഉറുപ്പ്യ എന്ന് പറയുന്നത്. ഇവിടുത്തെ വ്യത്യാസം എത്രയാണ്? 2. ഈ 2 എന്ന് പറയുന്നതാണ് എന്ത്? 12. ഈ 2 എന്ന് പറയുന്നതാണ് 12. അപ്പോൾ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 12/2 അല്ലേ? അത് എത്രയാ? 12/2 6 ആയിരിക്കും എന്ത്? ഒരു ഭാഗം എന്ന് പറയണത്. നമുക്ക് നോക്ക്, പേനയ്ക്കും പുസ്തകത്തിനും കൂടി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ 3 5 കൂട്ടുക, എത്ര 3 5 കൂട്ടിയാൽ 8 ഭാഗം. ഈ 6നെ 8 ഒരു ഭാഗമാണ് 6, അപ്പോൾ 8 ഭാഗം എത്ര ആയിരിക്കും? 8 × 6 48. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം, പല രീതിയിലും ചെയ്യാം. പക്ഷേ സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 3:5 ഉണ്ട്. അപ്പോൾ 12 രൂപ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസമാണ് എന്ത്? ഈ 12 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 12നെ വ്യത്യാസം കൊണ്ട് ഹരിക്കുന്നു. 3 5 തമ്മിലുള്ള വ്യത്യാസം 2. ഗുണിക്കണം. എന്താണ് നമുക്ക് വേണ്ടത് എന്ന് അറിയണ്ടേ? എന്താ വേണ്ടത്? പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ എത്രയാണെന്ന് ചോദിച്ചേ? 3 + 5 8. അതുകൊണ്ട് ഗുണിച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കുക പേനയ്ക്ക് മാത്രം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 3 കൊണ്ട് ഗുണിച്ചാൽ മതി. പുസ്തകത്തിന് മാത്രം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ശ്രദ്ധിച്ചോട്ടോ. ചോദ്യം 0 7 26 63 124 215. അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെ നോക്ക്, ഈ 0 എന്ന് പറയുന്നത് 1³ - 1. ഈ 7 എന്ന് പറയുന്നത് 2³ - 1 ആണ്. 2³ 8, 8ൽ നിന്നൊന്ന് പോയാൽ 7. ഇനി നോക്ക് 3³ - 1 ആണ് ആര്? 26 എന്ന് പറഞ്ഞാൽ 3³ എത്രയാണ്? 27. 27 നിന്ന് പോയാൽ 26. 4³ - 1 അടുത്തത് ആവണ്ടേ? 64 നിന്ന് പോയാൽ 4³ 64, 64 നിന്ന് പോയാൽ 63. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇനി നമുക്ക് 5³ - 1 125 നിന്ന് പോയാൽ 124. ഇനി പറഞ്ഞിട്ടുണ്ട് 6³ - 1 എത്രയാണ്? 216 നിന്ന് പോയാൽ 215. അങ്ങനെയെങ്കിൽ അടുത്തത് ആരായിരിക്കും? 7³ - 1. 7³ എത്രയാ? 7³ 343 ആണ്. 343 ആണ്. അപ്പോൾ 343 ഒന്ന് പോയാൽ 342. നമ്മുടെ ഉത്തരം 342. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്ക്, ഒരു സമചതുരത്തിൻ്റെ വികർണം 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സമചതുരത്തിൻ്റെ പരിപ്പളവ് എത്ര? ചോദ്യത്തിൽ തന്നിട്ടുള്ളത് വികർണം തന്നിട്ടുണ്ട്. വികർണം 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സമചതുരത്തിൻ്റെ വികർണം എത്രയാണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? d² / 2 ചെയ്താൽ മതി. ഡി എന്താ അവിടെ? വികർണം. d² / 2 ചെയ്താൽ മതി. ഡി എന്താ? വികർണം. 12² / 2 144 അല്ലേ? 12ൻ്റെ സ്ക്വയർ /2 എത്രയായിരിക്കും? 72 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ? പഠിക്കേണ്ട സാധനം എന്താ? അതെ, വികർണമാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് d² / 2 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം നോക്ക്, ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ് പറഞ്ഞേക്കണേ. 7 9 11 13. 2 കൂടി വരിക എന്നൊന്നും വിചാരിച്ച് കൺഫ്യൂഷൻ ആവണ്ട. ദൈവനാണ് ഒറ്റയാൻ. കാരണം എന്താ? മറ്റുള്ളവയെല്ലാം എന്താണ് മറ്റുള്ളവയെല്ലാം? അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യകൾ ആണ്. അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കാൻ എന്താണ് ട്രിക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 6ൻ്റെ ഗുണിതത്തോട് 1 കൂട്ടുക 1 കുറയ്ക്കുകയും ചെയ്ത് നോക്കിയാൽ മതി. 2 3 ഒഴിവാക്കിയിട്ട് അല്ലേ? 2 ഉണ്ടാവും, 3 ഉണ്ടാവും. പിന്നെയുള്ള എല്ലാ അഭാജ്യ സംഖ്യകളുടെയും പ്രത്യേകത എന്താണ്? അതൊന്നുകിൽ 6ൻ്റെ ഗുണിതത്തോട് 1 കൂട്ടിയതോ അല്ലെങ്കിൽ 1 കുറച്ചതോ ആയിരിക്കും. കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, പറഞ്ഞതാണ്. അതുപോലെ തന്നെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള കോഡ് ഒരു മൊബൈൽ നമ്പർ പോലെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട് വിചാരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം -1 ഹോൾ പവർ 138 -1 ഹോൾ പവർ 521 കൂട്ടണം -1 ഹോൾ പവർ 360 പ്ലസ് -1 ഹോൾ പവർ -200. കൺഫ്യൂഷൻ ആവണ്ട. സിമ്പിൾ ചോദ്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ചോദ്യം. പവറായിട്ട്, അതായത് -1ൻ്റെ പവറായി ഇരട്ടസംഖ്യ വന്നാൽ 1 ആയിരിക്കും. ഉത്തരം എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. പവറായി ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ ഉത്തരം എന്തായിരിക്കും? -1 ആയിരിക്കും. ഇത് മാത്രം ഓർത്താൽ മതി. എന്നിട്ടൊന്ന് ഉത്തരം പറഞ്ഞേ. എന്തേ? -1 ഹോൾ പവർ 138 പവർ എത്ര?
138. ഇരട്ടയാണോ ഒറ്റയാണോ? ഇരട്ടയാണോ ഒറ്റയാണോ? ഇരട്ട. അപ്പോൾ ഇതെന്തെഴുതും? 1. ഇനി നമുക്ക് കൂട്ടണം. -1 ഹോൾ പവർ 521 എത്രയാ? പവർ എത്രയാ? ഒറ്റ അല്ലേ? അപ്പോൾ എന്ത് എഴുതിയാൽ മതി? -1 ഹോൾ പവർ 521 ഒറ്റയാണ്. അപ്പോൾ എന്ത് എഴുതിയാൽ മതി? -1 എന്ന് എഴുതിയാൽ മതി. ഇനിയിപ്പോൾ നോക്കുന്ന ഈ പ്ലസ് എഴുതിയിട്ട് -1 എന്ന് എഴുതിയാലും അതിൻ്റെ അർത്ഥം എന്താണ്? -1 എന്നാണ് കേട്ടോ. അടുത്തത് നോക്കാം. പ്ലസ് -1 പവർ 360. പവർ എത്രയാ? ഇരട്ടയാണ്. അപ്പോൾ എന്തായിരിക്കും? +1 ആയിരിക്കും. അടുത്ത നോക്ക്. -1 ഹോൾ പവർ -200. -1 ഹോൾ പവർ -200. കൺഫ്യൂഷൻ ആവണ്ട. -200 ആണ് വിചാരിച്ചിട്ട്. ഇത് പോസിറ്റീവ്, ഇത് ഇരട്ടയാണോ എന്ന് മാത്രം നോക്കിയാൽ അത് ഇരട്ടയാണോ? അത് ഇരട്ടയാണെങ്കിൽ എന്തായിരിക്കും? ഇത് 1 തന്നെ ആയിരിക്കും. 1 1 പോയി 0. ബാക്കിയുള്ള 1 2. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 2 ആണ്. സിമ്പിൾ ചോദ്യം. അപ്പോൾ നോക്ക്. -1 ഹോൾ പവർ 1 2 3 4 5 ഇതെത്രയായിരിക്കും? നിങ്ങൾ പറ. ഇതെത്രയായിരിക്കും? -1 ആണോ +1 ആണോ? -1 ആണ്. കാരണം ഇത് ഒറ്റ സംഖ്യയാണ് പവറിൽ കിടക്കുന്നത്. -1 ഹോൾ പവർ 9 എത്രയായിരിക്കും? -1 ആയിരിക്കും. കാരണം ഇത് ഒറ്റ സംഖ്യയാണ്. -1 ഹോൾ പവർ 2 എത്രയായിരിക്കും? 1 ആയിരിക്കും. +1 ആണത്. എന്തുകൊണ്ടാണ്? ഇത് ഇരട്ട സംഖ്യയാണ്. മനസ്സിലായല്ലോ? സാധനം മനസ്സിലായല്ലോ? പവറായി ഇരട്ട വന്നാൽ 1, പവറായി ഒറ്റ വന്നാൽ -1. സിമ്പിൾ സാധനമാണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2 സംഖ്യകളുടെ തുക 75ഉം വ്യത്യാസം 20ഉം ആണ് എങ്കിൽ ആ സംഖ്യകളുടെ വർഗത്തിൻ്റെ വ്യത്യാസം. ഈ പരിപാടി നമ്മൾ കുറേ ചെയ്തതാണ്. പക്ഷേ അതിന് അന്ത്യമില്ല. PSC ഈ സംഭവം ചോദിച്ച് ഇതിനൊരു അന്ത്യമില്ല. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. 2 സംഖ്യകളുടെ തുക 75. ഞാൻ സംഖ്യയെ x എന്നും y എന്നും എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലേ. x എന്നും y എന്നും എടുക്കുക. നോക്ക്. അപ്പോൾ 2 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് x + y എന്ന് പറയുന്നത് 75. ഇനി അവയുടെ വ്യത്യാസം 20. അപ്പോൾ എന്താണ്? x - y എന്ന് പറയുന്നത് എന്താ? 20. നമുക്ക് വേണ്ടത് എന്താ? കാണാൻ പറഞ്ഞ ആ സംഖ്യകളുടെ വർഗത്തിൻ്റെ വ്യത്യാസം. അതായത് x² - y² ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എവിടെയും കണ്ടിട്ടുണ്ടോ ഈ സാധനം? ഇതാണ് സംഭവം. x + y × x - y ആണ് സാധനം. അപ്പം എന്ത് ചെയ്താൽ മതി? x + y തന്നിട്ടുണ്ട് 75 ഗുണിക്കണം. x - y തന്നിട്ടുണ്ട് 20. 75 ഗുണിക്കണം 20. 75ൻ്റെ ഇരട്ടി 150. ഒരു 0 കൂടി ഇട്ടു അല്ലേ? 1500. സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനൊരു ചോദ്യം വരികയാണ്. 2 സംഖ്യകളുടെ തുക 75, അവയുടെ വ്യത്യാസം 20 ആണെങ്കിൽ ആ സംഖ്യകളുടെ വർഗത്തിൻ്റെ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആലോചിച്ചിരിക്കണോ? എന്ത് ചെയ്യും? നേരെ 75നെ 20 കൊണ്ട് ഗുണിച്ച് 1500 ഉത്തരം എഴുതുന്നു. അത്രയുള്ളൂ പരിപാടി. ഓക്കെ. ഇനി കൺഫ്യൂഷൻ ആവരുത്. ഇതിലേ മോഡലുണ്ടല്ലോ. 2 സംഖ്യകളുടെ തുക 75ഉം വ്യത്യാസം 20ഉം ആണ്. അതിലെ വലിയ സംഖ്യ ഏത്, ചെറിയ സംഖ്യ ഏത്? ആ ഒരു മോഡൽ ചോദ്യം വരും. ആ മോഡൽ നമ്മൾ വേറെ കുറേ ചെയ്താണ്, അതുകൊണ്ടാണ് ഞാൻ അതിൽ പറയാത്തത്. അപ്പോൾ അത് ഇതുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. വർഗത്തിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ നേരെ ഗുണിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതാക്കുന്നില്ല ലസാഗു ഉസാഗ എന്നുള്ള ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം. 2 സംഖ്യകളുടെ അംശബന്ധം 5:6. അവയുടെ ഉസാഗ 8 ആയാൽ വലിയ സംഖ്യ ഏത്? ടഫ് ചോദ്യമാണെന്ന് വിചാരിക്കും. എന്ത് കാട്ടുമെന്ന് വിചാരിക്കും. ഒന്നും വിചാരിക്കണ്ട. 2 സംഖ്യകളുടെ അംശബന്ധം 5:6. അവയുടെ ഉസാഗ 8 ആണ് തന്നിട്ടുണ്ട്. വലിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഈ അംശബന്ധത്തിൽ ഏതാ വലുത്? 6. ആ 6 എടുക്കുക. ഉസാഗ എത്ര? 8. ആ 8 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. 6 × 8 8 48. അതാണ് വലിയ സംഖ്യ. ഇനി നോക്ക്, ചെറിയ സംഖ്യ ചോദിച്ചാലോ? ചെറിയ സംഖ്യ ചോദിച്ചാലോ? ചെറുതേതാ? 5. 5 എന്ത് ചെയ്യുക? 8 കൊണ്ട് ഗുണിച്ചാൽ മതി. 8 × 5 40. സിമ്പിൾ പരിപാടി. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാം. കാരണം 2 സംഖ്യകളുടെ അംശബന്ധം 5:6. അവയുടെ ഉസാഗ എത്രയാണ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വലിയ സംഖ്യ കാണാൻ വലിയ അംശബന്ധത്തിനെ ഉസാഗ കൊണ്ട് ഗുണിക്കുക. ചെറിയ സംഖ്യ കാണാൻ ചെറിയ അംശബന്ധത്തിനെ ഉസാഗ കൊണ്ട് ഗുണിക്കുക. പഠിച്ചല്ലോ? ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. ചോദ്യം നോക്ക്. 4:20 സമയം കാണിക്കുന്ന ഒരു ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര?
നമുക്കറിയാം മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് കാണാൻ 30h മൈനസ് 11/2 m ആണ്. അപ്പോൾ ഇവിടെ 30 × 4 മൈനസ് 11/2 × 20 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഇപ്പോൾ 30 × 4 120 കുറയ്ക്കണം, ഈ രണ്ടും 20 വെട്ടി 10, 11 × 10 110. അപ്പോൾ നമ്മുടെ ഉത്തരം 10 ഡിഗ്രിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ, കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ ചോദ്യത്തിന് ഇതിനെക്കാട്ടൊരു സ്പീഡിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത ഈ സമയത്തിനാണ്. ഒരു ക്ലോക്ക് നോക്കുക, അതിൽ 4 മണി ഇവിടെ അല്ലേ, എന്തേ 4 മണി ഇതാ ഇവിടെയാണ്, ഇവിടെ ആയിട്ട് 4 മണിയാണ് വിചാരിക്കുക. അപ്പോൾ നോക്ക്, ഇതിൻ്റെ മിനിറ്റ് സൂചി ഇതാ 20-ലെത്തണം വെച്ചാൽ 4 എത്തണ്ടേ, മണിക്കൂർ സൂചി ഈ 4 തന്നെ ആവൂലേ ഏകദേശം, അല്ലെ 4:01 കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ, ആ 4 മണി 1 കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. അതായത് ഈ 4 മണി ഈ 4-ലെ ഈ 4 തന്നെ ഈ മിനിറ്റ് സൂചി വരുമ്പോൾ ഇത് നോക്ക്, ഈ 4 തന്നെ അല്ലേ ഈ മിനിറ്റ് സൂചി വരുന്ന 20. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉത്തരം കിട്ടാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ദേ ഈ 20ൻ്റെ പകുതി എടുത്താൽ മതി, 10. സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. എങ്ങനെ പറഞ്ഞേക്കണത്, ഈ ക്ലോക്കിൻ്റെ 4 മണി 20 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിയുമ്പോൾ തന്നെ, അതായത് 4 മണിക്കൂർ, ഈ 4 തന്നെയാണ് 20 മിനിറ്റ് എന്ന് പറഞ്ഞ സൂചി നിൽക്കുന്നത് അല്ലേ. 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ, 4 കാണുമ്പോഴല്ലേ 20 മിനിറ്റ് അറിയാം, ക്ലോക്കിൽ നോക്കി നോക്ക് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസുകളിൽ എന്ത് ചെയ്താൽ മതി, ഈ നേരെ അതിൻ്റെ പകുതി എടുത്താൽ മതി മിനിറ്റിൻ്റെ. അടുത്ത ചോദ്യം കൂടി കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇതാക്കുന്നത് സെയിം, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതേ മോഡലൊരു ചോദ്യം. 6:30 സമയം, 6:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി എവിടേക്കാക്കും, 6 മണിക്കാവൂലേ, മണിക്കൂർ സൂചി ഇച്ചിരി മാറിയിട്ടുണ്ടാവും, 6 മണിക്കല്ലേ വരിക. 6:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രണ്ടും 6 മണിക്കുള്ള മാതിരിയല്ലേ, 6 മണി 6 മണിക്കൂറിൻ്റെ 6, ഈ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ 6 തന്നെ വരിക അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഉത്തരം, ദേ ആ 30ൻ്റെ പകുതി 15 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ വരുന്ന കുറച്ച് സമയങ്ങൾ ഉണ്ടാവുമല്ലോ, അതേതൊക്കെയാ 12 മണി അല്ലേ, 12 മണി അങ്ങനെയുള്ളൊരു സമയമല്ലേ. അതേപോലെ ഇനി അടുത്തത് പറ, 12 മണി കഴിഞ്ഞാൽ 1:05. അടുത്ത സമയം ഏതാ അതേപോലെ ഉള്ളത്, 2:10. അടുത്തത് 3:15, 4:20, 5:25, 6:30, 7:35, 8:40, 9:45, 10:50, 11:55. ഈ സംഖ്യകളൊക്കെ ഇതൊക്കെ അതിൻ്റെ അതേപോലെയല്ലേ വരിക, മിനിറ്റ് മണിക്കൂർ ഒരേപോലെയല്ലേ വരിക. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മിനിറ്റ് എത്രയാണെന്ന് കോണളവ് എത്രയാണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതിയെന്നേ, ആ മിനിറ്റിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. സിമ്പിളായിട്ട് കുറച്ചുകൂടി സ്പീഡാകാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്പീഡ്. അപ്പോൾ 10:50 എത്രയായിരിക്കും, 10:50 എത്രയായിരിക്കും, ദേ 50ൻ്റെ പകുതി 25 ഡിഗ്രി. സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം മറക്കണ്ട. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ള ആളുകളാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെസ്സേജായിട്ട് മെയിലിലും മെസ്സേജ് വരും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ള. എല്ലാവർക്കും നന്ദി. ക്ലാസ്സുകളെല്ലാവരും നന്നായിട്ട് കാണുക, പരീക്ഷകൾ അടുത്തു, നന്നായിട്ടിരുന്ന് പഠിക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ, ജോലി കിട്ടട്ടെ, എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ കേട്ടോ. താങ്ക് യു.